ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ മഴക്കാലത്തെ അടീനിയൻ ചെടികളുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞു ഗാർഡൻ ക്ലീനിങ് ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ. നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. കണ്ട ഇതാ ഓരോന്നും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്തിരി വലുപ്പമുള്ളത് നമുക്ക് ഇത് കാണിക്കട്ടാ. ഇതാ ഇത്തിരി വലുപ്പമുള്ള അടീനിയൻ ചെടികളൊക്കെ നമ്മൾ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. നല്ല വലിയ ചട്ടിയിൽ ഒക്കെ അതേ ഇവിടെ ഏറ്റവും വില വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ഇങ്ങോട്ടേക്ക് വാ അങ്ങനെ ഒന്ന് പൊക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചാൽ ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ അടിച്ചാൽ ഭാഗം. അപ്പോൾ വെള്ളം അങ്ങനെ കുത്തനെ വീഴണത്, വെള്ളം അങ്ങനെ കുത്തനെ വീഴണത് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നല്ല മഴ പെയ്താറുണ്ട് കാലത്ത്. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ, ശക്തിയുടെ മഴ പെയ്യുമ്പോൾ കല്ലിലേക്ക് നന്നായിട്ട് നല്ല ചാറ്റൽ മഴയും ഒക്കെ നന്നായിട്ട് കൊള്ളും നമുക്കറിയാം. എന്നാലും നമ്മൾ ഇത്ര നാൾ ഫ്രണ്ടിലല്ല വെച്ചിട്ടുണ്ടാവുന്നത് വീടിൻ്റെ മുറ്റത്ത്. അപ്പോൾ നേരിട്ട് വരുന്ന അത്രയ്ക്ക് ശക്തമായ മഴ അങ്ങനെ വന്നുകൊണ്ടിരിക്കരുത്. വരാത്ത മഴയില്ല നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട്. അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വർഷത്തിന് എല്ലാം കൂടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഇവിടെ എല്ലാം കൂടിയിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ അതെ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് പോവും വെള്ളം കെട്ടിരുന്നത്. നിങ്ങൾ നോക്കിയാൽ കണ്ട മഞ്ഞ കളവ് ഇലകൾ കൊഴിയുന്നേ കണ്ട. കൊടുമ്പറ്റ് ഇല കൊഴിഞ്ഞു. അപ്പോൾ ഇലകൾ കൊഴിയും. പിന്നെ നമ്മുടെ കോഡക്സ് ഉണ്ടല്ലോ, ഈ ബൾബ് എന്ന് പറയുന്ന സംഭവം, ഇത് ചീഞ്ഞ് പോവും വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് നിൽക്കണം. മഴക്കാലത്ത് നമുക്ക് ഡ്രൈ ആയിട്ട് നിൽക്കുന്നില്ലല്ലോ, എല്ലാം നമ്മൾ പുറത്തൊക്കെ വെച്ചൊക്കെ. അപ്പോൾ ഇവിടെ സൈഡ് കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇവിടുത്തെ പിടിച്ച് ഒന്ന് വൃത്തിയാക്കി പലതൊക്കെ വെച്ച് കട്ടൊക്കെ ഒരുക്കി വെച്ചിട്ട് കട്ടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കാപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം. കലക്കിയിട്ട് ഔഷധമൊക്കെ ഇതിലൊക്കെ നല്ല ഉഷാറായിക്കോളും. അപ്പോൾ നേരിട്ട് വെള്ളം ഇങ്ങനെ തെളിച്ചാൽ അടിയിൽ ചെടിക്ക് നേരിട്ട് ഇങ്ങനെ വെള്ളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇലകളൊക്കെ വല്ലാത്ത കൊഴിച്ചിൽ വരും. നല്ലതല്ല. ചൂട്ടി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലത്. അതും ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ മഴക്കാലത്ത് അത്രയും അതൊന്നും വേണ്ട. മഴക്കാലത്ത് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ മണ്ണ് വല്ലാണ്ട് നമ്മുടെ ചട്ടി ഉണ്ടല്ലോ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കില്ലേ. ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ മാത്രം അടിയിനത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടു ഇപ്പോഴും മഴ പെയ്യുന്നു, അപ്പോൾ ചീഞ്ഞ് പോവും. അപ്പോൾ അതങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ ഞാൻ ഇവിടെ മാറ്റി ഇങ്ങോട്ടേക്ക് വെച്ചത്. ഇനി ഇവരെ മദർ പ്ലാന്റ് ഉണ്ട്. മദർ പ്ലാന്റിനെ എടുത്തിട്ട് നമുക്ക് അത് മാറ്റി വെച്ചിട്ടില്ല, സമയം കിട്ടിയില്ല. അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു, ക്ലീൻ ചെയ്യണ ദിവസമേ. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. നമുക്ക് എടുക്കാം. അതെടുത്തിട്ട് നമുക്ക് ഇവർ ഫുള്ളില്ല മദർ പ്ലാന്റ് ഇത്തിരി വലിപ്പമുള്ളതായാലും നമുക്കതിനെ ഇവിടേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത് വയ്ക്കുക. നമുക്ക് നമ്മുടെ മദർ പ്ലാന്റ് ഉണ്ടല്ലോ, അടീനിയത്തിൻ്റെ മദർ പ്ലാന്റിനെ, അതിനിപ്പോൾ ഇവിടുന്ന് 2-3 ചട്ടികളെ മാറ്റി വെച്ചിട്ട് മഴ കൊണ്ടാലും കുഴപ്പമില്ലാത്ത കുറച്ച് ചട്ടികളുണ്ട് ഇവിടെ. അതിനെ മാറ്റി വെച്ചിട്ട് പുറത്തേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ ആ മദർ പ്ലാന്റിനെ നമുക്കിവിടെ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ ഞങ്ങൾ ആക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നേരത്തെ ഒരു കോഡക്സ് അടീനിയത്തിൻ്റെ കോഡക്സ് ചെയ്യാറായെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടില്ലേ, അതേപോലെ തന്നെ അതെ ആ നേരത്തെ വെച്ചത് സാഫൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമുക്ക് ആ മദർ പ്ലാന്റിനെ ഇവിടേക്ക് ഒരുക്കി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ചെടികൾ ഇതിന് കുറച്ച് ചെടികളെ മാറ്റി വെച്ചാലാണ് നമുക്ക് മദർ പ്ലാന്റിനെ ഒരിക്കൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ, സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഈ ചെടികളെ മാറ്റി വയ്ക്കാം. പുറത്തേക്ക് മഴ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ മാറ്റി വയ്ക്കുക. ഇവർ കുറച്ച് നാൾ മുമ്പ് നമുക്കൊരു 2 ആഴ്ച മുമ്പ് വരെ ഇവിടെ അത്രയ്ക്ക് വെയിലല്ലായിരുന്നേ. അപ്പോൾ ഇവർക്ക് ഈ ഇലകളൊക്കെ പുള്ളി വാടി കരിഞ്ഞ് പോകുന്നു. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഇവർ ഇനി ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇതിന് കുറച്ച് സ്ഥലമല്ലേ നമുക്ക്. അപ്പോൾ പുറത്തേക്ക് വയ്ക്കുക ഇവരൊക്കെ. പുറത്തേക്ക് വെച്ചിട്ട് ഇത് പിന്നെ ഇതാ ഇവനെയും എടുത്തിട്ടൊക്കെ ഇവരൊക്കെ വാടി നിൽക്കാറുമോ ഇലയൊക്കെ കരിഞ്ഞിട്ടൊക്കെ. അപ്പം ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചതായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ മഴയായില്ലേ, ഇവരെ നമുക്ക് പുറത്തേക്ക് അങ്ങോട്ട് കക്ഷത്തേക്ക് നീക്കി വെച്ചിട്ട് ഇവിടേക്ക് നമുക്ക് മദർ പ്ലാന്റിനെ കൊണ്ടുവരാം. അടീനിയത്തിൻ്റെ മദർ പ്ലാന്റിന് ഇത് നോക്കിയേ, നമ്മുടെ ജമന്തി കണ്ടോ ഇതാ പൂവിരിഞ്ഞു. അപ്പോൾ നല്ല മഴയായ കാരണം ഞാനിവിടെ നീക്കി വെച്ചത് നന്നായി പൂവിരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. ഇനി മഴ അതുപോലെ ശക്തമായിട്ട് മഴയായിരുന്നു. അപ്പോൾ ഇത് ചീഞ്ഞ് പോകണ്ട, പൂവ് നന്നായിട്ടൊന്ന് വിരിയുന്നത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചതാട്ടോ. അപ്പോൾ ഇവനെ നമുക്ക് എടുത്തിട്ട് മാറ്റി അങ്ങോട്ട് നീക്കി വയ്ക്കാം. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്ന് വയ്ക്കാം. കണ്ടോ ജമന്തി. ഇനി അടീനിയൻ ചെടി എടുക്കട്ടെ മദർ പ്ലാന്റ് ബാ. അപ്പോൾ ദേ ഒന്ന് കാണിച്ചാൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് അടീനിയത്തിൻ്റെ. ഇതാണ് അടീനിയത്തിൻ്റെ മദർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇവർ 1, 2, 3, 4 മദർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇവർ ഇത്തിരി വലിപ്പമുള്ളതല്ല. അപ്പോൾ ഇവരെ നമുക്ക് വയ്ക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വയ്ക്കാൻ പറ്റിയില്ല. അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ ഞങ്ങൾ അവിടെ ക്ലീനിങ്ങൊക്കെ നിർത്തി വെച്ചു. ഇതിനെ നിർത്തില്ല, ബാക്കിയുള്ളതിനൊക്കെ അവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇവരെ എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഭാഗത്തേക്ക് ഇവരെ കൊണ്ടുവയ്ക്കാം. അതെ ഇവർക്ക് കണ്ടോ വിത്തൊക്കെ ഉണ്ട്, കണ്ടോ
ഇത് നമ്മുടെ ചുമന്ന കളറുള്ള അഡീനിയം പൂവ്. അപ്പോൾ വിത്ത് വരുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവുകളുടെ എണ്ണം കുറയും, പൂ കൊഴിഞ്ഞു പോവും, പിന്നെന്താ പൂവുകളുടെ വലുപ്പം കുറയുമൊക്കെ ചെയ്തേ. കണ്ടോ വിത്ത് വന്നിക്കണം കണ്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുപോയിക്കാൻ പോവാ. അടുത്ത ചെടി പിന്നെ എടുക്കാം. ഇത് നല്ല കലണ്ട് ബായോ. അപ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് ഇവിടെ വെക്കാം കേട്ടോ. എൻ്റെ പോലെ ഒരു കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലിൻ്റെ മുകളിൽ കയറ്റി വെക്കായിരുന്നു. അതൊക്കെ നോക്കാം. ഇനി അടുത്ത ചെടീനെ എടുക്കട്ടെ. വാ. അപ്പോൾ അതെ കല്ല് ഇതെ എൻ്റെ അമ്മ കണ്ട ഇതിൻ്റെ വിത്ത് കണ്ടോ? കന്ന് കാണിക്കേ. കണ്ട ആടന കണ്ടോ വളഞ്ഞു വിത്തിൻ്റെ ഇത് കൊണ്ട് നമ്മുടെ എൻ്റെ അമ്മ അയ്യോ പറ്റുന്നില്ല ഒറ്റ കാലം നിൽക്കാൻ. അതെ വിത്തിൻ്റെ ഇത് കൊണ്ട് വളഞ്ഞിന് ഇപ്പുറത്തുണ്ട് കണ്ടോ അടിയിലിയ. ഇവനെയൊക്കെ നമുക്ക് കുറച്ച് മുറിച്ച് കുറിച്ചിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ വിത്തൊക്കെ ഉള്ള കാരണം ഒന്നും മുറിച്ച് കുറിച്ചിട്ടില്ല. പിന്നെ നല്ല മഴയല്ലേ, അപ്പോൾ മഴയുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ മുറിച്ച് കുഴിച്ചിടാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വരെ സേഫ്റ്റി ആയിട്ട് മാറ്റി വയ്ക്കാം, മഴയൊന്നും കൊള്ളാണ്ട്. മദർ പ്ലാന്റ് അല്ലേ. ഞാൻ കുറച്ച് ഓടിൻ്റെ കട്ടകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ലുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓടിൻ്റെ നമ്മുടെ എൻ്റെ അമ്മച്ചി അയ്യോ ഇതാ ഇതിനിവിടെ വെച്ചു. ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഇവനിവിടെ ഇരിപ്പായി. ഇതാ ഇതിങ്ങനെ വളഞ്ഞു നമ്മുടെ വിത്തൊക്കെ കണ്ട. ഇതിന് മുന്നിലൊക്കെ ഒന്ന് ശരിയാക്കണം. വളഞ്ഞിങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഈ വിത്തൊക്കെ കിട്ടി കഴിഞ്ഞാലേ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ മുറിച്ച് കമ്പ് മാറ്റിയൊക്കെ നടാൻ നമുക്ക് സാഫൊക്കെ പരത്തി കൊടുത്ത് ഒന്ന് മാറ്റിയൊക്കെ നട്ട് ഇവരൊക്കെ പിടിക്കും. അപ്പോൾ എന്തായാലും ഈ വിത്തും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊക്കെ ആക്കാം. അപ്പം ഇതിൻ്റെ ശാഖകളൊക്കെ നല്ല അടിപൊളി തിക്കൊക്കെ ഇട്ട് വരും. അപ്പോൾ വാ അടുത്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മഴയത്ത് ഒലിച്ച് ഇങ്ങനെ വരുന്ന മണലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചട്ടിയിൽ കോരിടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് വെച്ചാൽ നമ്മുടെ അടീനിയം ചെടിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. ഈ കാണുന്ന മദർ പ്ലാന്റിനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒലിച്ച് വരുന്ന മണലുകളും പിന്നെ നമ്മുടെ തൊടിയിലെ മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒക്കെ വെച്ചതാണ് കേട്ടോ. അതിൽ നമ്മൾ വേണമെങ്കിൽ ഇത്തിരി എന്താ പറയുക വേപ്പിൻ പിണ്ണാക്കോ, ഇനി വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ ഇതുപോലെ സാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കലർത്തി മണ്ണും മണലൊക്കെ ഉള്ള ചേർന്നിട്ട് ഇതുപോലെ വായ്വട്ടം വരുന്ന ചട്ടി ഉണ്ടല്ലോ വലുപ്പത്തിലുള്ളത്, നല്ല വലുപ്പത്തിൽ ഇങ്ങനെ വട്ടത്തിലുള്ളത്, അങ്ങനെ വരുന്ന ചട്ടിയിലൊക്കെ എടുത്ത് വെച്ച ചെടിയാണ് കേട്ടോ ഈ മദർ പ്ലാന്റൊക്കെ. ഈ മദർ പ്ലാന്റിലൊക്കെ നിറച്ച് 2-3 ആഴ്ച മുമ്പ് തന്നെ ഒരുപാട് നിറച്ച് പൂക്കളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വിത്തും ഒക്കെ വന്നു. തന്നെയല്ല ഇപ്പം നല്ല മഴയാണല്ലോ, അപ്പോൾ മഴയത്തും ഒക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടാണ്. ഇപ്പം വല്ലാണ്ട് എന്താ പറയുക നീളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങുന്ന സമയത്തിൽ വേണം വിത്തൊക്കെ അതിൽ നിന്ന് മൂത്ത് എടുത്തിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സാഫിലൊക്കെ മുക്കി കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടാൽ അത് വേറെ നമുക്ക് ചെടികളൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്കൊരു പുതിയ ചെടി അടീനിയം ചെടി ഉണ്ടാക്കാൻ പറ്റും. എങ്കിലും മദർ പ്ലാന്റിൽ നിന്ന് വിത്തിൽ നിന്ന് വരുന്ന തൈകളുണ്ടല്ലോ, അതിൻ്റെ ഭംഗിയൊന്നും നമുക്ക് ആ ചെടിക്ക് ഉണ്ടായില്ലെങ്കിലും പൂക്കൾക്കൊന്നും കുറവുണ്ടാവില്ല. പക്ഷേ കോഡക്സ് എന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് മദർ പ്ലാന്റ് കിട്ടുന്ന ഒരു കോഡക്സ്, അതിൻ്റെ ഭംഗിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഈ 4 എണ്ണം കൊണ്ടു 4 മദർ പ്ലാന്റാണ് നമുക്കുള്ളത്. ആ 4 മദർ പ്ലാന്റ് അതിൻ്റെ കോഡക്സ് ഒക്കെ കാണിച്ചു കൊടുത്തിടാം. കണ്ട നോക്കി പുല്ലുകൾ ഇതാ തുളസിയുടെ ഇലയും അതിൻ്റെ കാരണം ഇതൊക്കെ മാറ്റി ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ നാശമായിട്ടില്ല ചീഞ്ഞ് ചെറുതായിട്ട്. അപ്പോൾ ഇവന് നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് വെക്കാം, മഴ കൊള്ളാണ്ട് വെക്കാം. ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റൊക്കെ നമ്മളിത് ഇവിടെ സെറ്റാക്കി ഉണ്ട് കേട്ടോ. നോക്കിയേ ഇതാ കാണിക്കാം. അപ്പോൾ 1 2 3 4 മദർ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞടീനിയം എന്ന് പറയാൻ പറ്റില്ല, കോഡക്സ് ഇത്തിരി ചീച്ചിൽ വന്നത്. അപ്പോൾ അവന് നമ്മൾ 5 മദർ പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ ശക്തിയായിട്ടുള്ള മഴയൊന്നും ഇതിൽ കൊള്ളില്ല, ചെറിയ ചാറ്റിൽ മഴ ചെറുതായിട്ട് തൂക്കി പോകുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അതിന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തിരി സ്ഥലമുള്ള അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ചെടി ഉണ്ടല്ലോ, ഇതൊക്കെ നോക്കി നമ്മളെ എന്താ പറയുക ജമന്തി കണ്ടോ. അപ്പോൾ അതിന് എനിക്കിവിടെ വെക്കണം. നല്ല മഴ വന്നവരൊക്കെ ചീഞ്ഞു പോയി. അപ്പോൾ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കണ്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ ഇവിടെയൊക്കെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. പനീർ വെട്ട് വെള്ളത്തിലുള്ളത്, മറ്റൊരു സാധാ സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ വെച്ചേക്കണം കേട്ടോ ജനലക്കൊക്കെ. അപ്പോൾ ഈ നമ്മുടെ മദർ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ മദർ പ്ലാന്റാണ് ഇതിന് നമുക്ക് എത്രയാ 5 ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്നതിൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ
ഇപ്പോഴും അതിലുണ്ട്. ഒരാൾ കൂട്ടായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കൊരു മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ, കണ്ട കുഞ്ഞ് ബേബി പ്ലാന്റ്. അപ്പോൾ കൂട്ടായിട്ട് അവർ ഇരിക്കട്ടെ അവിടെ. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തതാണ് ഈ പ്ലാന്റ്. പിന്നെ ഒരു പ്ലാന്റ് പുറത്തുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലും കൂടി നമ്മളിവിടെ വയ്ക്കുന്നുണ്ട്. ഇതിലും കൂടി ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് വീഡിയോ ചെറിയൊരു കുഞ്ഞ് ക്ലീനിങ് ആണ്. നമ്മൾ മഴ പെയ്തതൊക്കെ നാശമായി എന്ന് പറഞ്ഞല്ലേ, ചട്ടിയിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞ് വിധി എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ 2 ദിവസം പിടിച്ചു ക്ലീനിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും അവിടെ കാണിച്ചു തന്നില്ല അടിയിനെയും വെക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ മദർ പ്ലാന്റിൻ്റെ ഇവിടെയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിയിനെയും പ്ലാന്റൊക്കെ ഉള്ളവർ, മദർ പ്ലാന്റ് ആയാലും കുഞ്ഞു പ്ലാന്റുകളൊക്കെ ഉള്ളവർ ഇതുപോലെ മഴ കൊള്ളാത്ത ഭാഗങ്ങളിലൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് ചെടികൾ കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടീനിയം ഇവിടെ കൊണ്ടുവച്ചല്ലോ. അടീനിയത്തിൻ്റെ ചെടികളൊക്കെ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാകുന്നില്ലേ. നമ്മൾ 2 ദിവസത്തിൽ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടാകുന്നില്ല. ഇന്നും മഴ ഉണ്ടാകുന്നില്ല, നല്ല വെയിലായിരുന്നു. അതേപോലെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ചെടിക്ക് വെള്ളം നനവൊന്നുമില്ല. നോക്കി താഴത്തേക്ക് ഒന്ന് കാണിച്ചേ. ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടോ, കണ്ട ഓക്കെ. ഞാൻ ഒഴിച്ചു കൊടുത്തില്ല, ഇത്രയും നാളെ തോരാത്ത മഴയല്ലായിരുന്നേ. അപ്പോൾ നന്നായിട്ട് ചീഞ്ഞ് പൂലും വെള്ളം കെട്ടി നിൽക്കലൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2 ദിവസം ഇതായിട്ടുണ്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ആ മഴ കൊണ്ടതിൻ്റെ ഭാഗം നോക്കി ഇത് കാണിച്ചേ, കണ്ട ഇലകളൊക്കെ അതേ തൊടുമ്പുളിക്ക് വീഴണണ്ട. അതുപോലെ മഴയത്ത് നമ്മൾ ഇത്ര നാൾ വെച്ചേർന്നില്ലേ, തോരാത്ത മഴയിൽ വെച്ച് വെള്ളം കെട്ടിക്കിടന്ന് ആ ഇലകളൊക്കെയാണ് കേട്ടോ ഈ കൊഴിഞ്ഞ് പോണത്, കണ്ട. അപ്പോൾ ഈ ഇല കൊഴിച്ചിലും ഈ പഴുത്ത ഇല ആവലും മാറ്റലൊക്കെ ആയിട്ട് നമുക്ക് അതേ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ കടയ്ക്കും കുറേ വീണെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവർക്ക് ഒക്കെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ്. അത് പിന്നെയല്ല ഇപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് മണ്ണൊക്കെ അല്ലേ. അപ്പോൾ ഇത്തിരി സാഫൊക്കെ കഴുകി കൊടുക്കാമെന്ന് വെച്ചു. അതിന് മുന്നോടിയായിട്ട് മുന്നേ ഞാൻ നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ, എന്തെങ്കിലും വളമിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ മുട്ടത്തോട് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ മുട്ടത്തോടുകൾ മിക്സി ജാറിൽ നന്നായി അടിച്ചതേ ഇതേ പരുവത്തിലാക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വളഞ്ഞാണ് കേട്ടോ. അത് മുട്ടത്തോട് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് ഇടുന്നേക്കാളും നല്ലത് ജാറിൽ പൊടിച്ചിട്ട് ഇടുമ്പോൾ ഇതുപോലത്തെ പൊടി രൂപത്തിലായിട്ട് ഇടുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേ കണ്ടോ, ഒന്ന് നമുക്ക് കുത്തി ചെറുതായിട്ടൊക്കെ ഒന്ന് കുത്തി ഇളക്കാം കേട്ടോ. ഇപ്പോൾ മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കുന്ന കുത്താൻ ഇത്തിരി പാടാണ്. ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കുത്തി ഇളക്കി എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേ കണ്ടോ, ഇതൊക്കെ മണ്ണ് വല്ലാണ്ട് ഇതിൻ്റെ ഡ്രൈ ആയിട്ടിരിക്കണം. ഇതൊക്കെ നമുക്ക് സാഫൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം കുറേശ്ശെ ഒന്ന് നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടികൾ ഇവിടെ കൊന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും നാളത്തെ മഴ അത്രയും ശക്തമായിട്ടുള്ള മഴയൊക്കെ നേരിട്ട് തന്നെ കൊണ്ട് ഇത് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെടികളൊക്കെ വല്ലാണ്ട് കണ്ടില്ലേ, ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒരുപാട് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യാന്ന് വെച്ചപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല കയ്യിൽ. അപ്പം നോക്കിയപ്പോൾ ഇത്തിരി സാഫും നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ കുറച്ച് മുട്ടത്തോടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഉള്ളത് മുട്ടത്തോടിൻ്റെ പൊടി. അത് വളരെ നല്ലതാണ് കേട്ടോ അടിയനിയം ചെടികൾക്ക്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാം ഇത്തിരി ചെറുതായിട്ട് കുത്തിളക്കി നമ്മുടെ ഈ സാഫ് ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലും കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ ചെടികൾക്കും. ഇപ്പോൾ മഴക്കാലത്ത് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഒഴിക്കണത് നല്ലതാണ് കേട്ടോ. കാരണം നല്ല ചീച്ചിലുണ്ടാവും, നമ്മൾ കാണില്ല, അറിയില്ല പ്രോഡക്ട്സുകളൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോകണമെന്ന്. നല്ല മഴയത്ത് നമ്മൾ ഇവരെ ഇങ്ങനെ പുറത്ത് വെച്ചേക്കല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ മഴ നിൽക്കണമില്ല, അതുപോലത്തെ മഴയും. അപ്പോൾ പിന്നെ ഇവർക്ക് ചില ചെടികളൊക്കെ രക്ഷപ്പെട്ട് പോകും. എന്നാൽ ചില ചെടികൾക്കൊക്കെ നമ്മൾ പറയില്ലേ, ചിലത് ശരിയാവും ചില ശരിയാവില്ല എന്ന് പറയുന്ന പോലെ ചില ചെടികൾക്ക് അത് പറ്റില്ല. അപ്പോൾ അത് നമ്മളിതുപോലെ സാഫും ഒക്കെ കലക്കി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ചെടികളെ നോക്കാം, തിരിച്ച് കിട്ടും കേട്ടോ. ഇടയ്ക്കൊക്കെ അടീനിയം ചെടികളുടെ അടുത്തേക്ക് പോയിട്ട് ഇതുപോലെ കോഡക്സ് ഒക്കെ ഉണ്ടല്ലോ ഈ വീർത്ത ഭാഗം, അതിനൊക്കെ ഒന്ന് ഞെക്കി നോക്കാം. കൈ കൊണ്ടൊക്കെ ചുങ്ങണുണ്ടോ എന്നൊക്കെ നോക്കാം. വീർമത ഉള്ള ഭാഗം ഇപ്പോൾ ചുങ്ങണുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വെള്ളം അധികം കൂടിയിട്ടാണ്. എൻ്റെ ചെടിക്കൊക്കെ എന്താ പറയുക, വെള്ളം ചട്ടിയിൽ കെട്ടി കിടന്നിട്ട് അത് ചീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. 1-2 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടികളൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അടീനിയം ചെടികൾ മുന്നിരുന്ന സ്ഥലം കണ്ടാലോ, ഇതാണ് കേട്ടോ. അപ്പോൾ അടീനിയം ചെടികൾ ആദ്യം ഇരുന്നിരുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇതുപോലെ മഴ മൊത്തം കൊള്ളുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ അവർക്ക് ചീച്ചിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അവരെ മാറ്റാറും ചെയ്തത്. എന്നിട്ട് അവിടെ നമ്മുടെ മഴ വലിയ കൊണ്ടാലും കുഴപ്പമില്ലാത്ത ചെടികളൊക്കെ തന്നെ വെച്ചേക്കണത്. അതുപോലെ ചെമ്പരത്തി, അതേപോലെ യൂഫോർബിയയ്ക്ക് അധികം മഴയൊന്നും കൊള്ളാൻ പാടില്ല, എന്നാലും വെച്ചിട്ടുണ്ട്. അതുപോലെ ജമന്തി, ബോഗൺവില്ലയൊക്കെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മഴയും വെള്ളമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ യൂഫോർബിയ ചെടികൾക്ക്, പ്രത്യേകിച്ച് ചട്ടിയിൽ വെക്കുന്ന ചെടികൾക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് വെക്കാൻ സ്ഥലത്തോടെ നമ്മളവിടെ തന്നെ വെച്ചേക്കാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടിച്ചട്ടികളുടെ ഇടയിലേക്കൊക്കെ പോയിട്ട് അടിഭാഗത്തെ ഹോൾസൊക്കെ ഉണ്ടല്ലോ വടിയൊക്കെ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിതുപോലെ വെള്ളം മാറുന്നു പോകാനുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചീഞ്ഞ് പോകാതിരിക്കാം, ചെടികളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.